ഹലോ എവരിവൺ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് കോൺസെപ്റ്റ് സിംപ്ലിഫൈഡ്. നിങ്ങളിൽ പല ആളുകളും പല സ്പേസ് ഏജൻസീസിൻ്റെയും റോക്കറ്റ് ലോഞ്ചിങ് ടി വിയിലും മറ്റും കണ്ടിട്ടുള്ളവരായിരിക്കും. ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം നോട്ടീസ് ചെയ്യാനായിട്ട് പറ്റും. ഈ പല ലോഞ്ചിങ് സ്റ്റേഷൻസും സ്ഥിതി ചെയ്യുന്നത് ഇക്വറ്റോറിയൽ റീജിയനോട് ചേർന്നാണ്. ആൻഡ് മാത്രമല്ല, ഈ ലോഞ്ച് ചെയ്യപ്പെടുന്ന റോക്കറ്റ്സ് എല്ലാം തന്നെ എർത്തിന്റെ ഈസ്റ്റേൺ സൈഡിലേക്കാണ് ലോഞ്ച് ചെയ്യപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഈ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻസ് എല്ലാം ഇക്വറ്റോറിയൽ റീജിയനോട് ചേർത്ത് വെച്ചിരിക്കുന്നത് ആൻഡ് എന്തുകൊണ്ടാണ് ഇത് ഈസ്റ്റേൺ ഡയറക്ഷനിലേക്ക് ലോഞ്ച് ചെയ്യുന്നത്? ഇതിനൊരു സയൻസ് ഉണ്ട്. ബിലീവ് ഇറ്റ് ഓർ നോട്ട്, ദ ലാൻഡ് നിയർ ദ ഇക്വറ്റോറിയൽ റീജിയൻ മൂവ്സ് അറ്റ് എ ഫാസ്റ്റർ റേറ്റ് കമ്പയർഡ് ടു അതർ റീജിയൻസ് ഓഫ് ദി എർത്ത്. വൈ ഇസ് ദിസ്? നമുക്ക് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കാം. കൺസിഡർ എ പേഴ്സൺ സ്റ്റാൻഡിങ് ഇൻ ദ ഇക്വേറ്റർ. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയും കൂടി ഒന്ന് ആലോചിക്കുക. മറ്റൊരു വ്യക്തി ഇപ്പം നിൽക്കുന്നത് ഒരു ടെമ്പറേറ്റ് റീജിയൻ അല്ലെങ്കിൽ ഒരു ഹയർ ലാറ്റിറ്റ്യൂഡ് റീജിയൻ ക്ലോസ് ടു ദ പോളാർ റീജിയൻ ആണെന്നും സങ്കല്പിക്കുക. അപ്പോൾ എർത്ത് എന്തായാലും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എർത്ത് ഒരു റൗണ്ട് റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ ഇക്വറ്റോറിയൽ റീജിയൻ നിൽക്കുന്നയാളും അതുപോലെ പോളാർ റീജിയനോട് ചേർന്ന് നിൽക്കുന്നയാളും ഒരു റൊട്ടേഷൻ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചാൽ നമുക്കൊരു കാര്യം കൂടെ മനസ്സിലാകും. ഈക്വറ്റോറിയൽ റീജിയനിൽ നിന്നിരുന്ന വ്യക്തി ആ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ ദൂരം എടുക്കുകയും വേറാസ് ആ പോളാർ റീജിയനിൽ നിന്ന വ്യക്തി ആ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ദൂരം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ രണ്ടുപേരുടെയും റൊട്ടേഷൻ എടുത്ത ടൈം സെയിം ആണ്, പക്ഷെ രണ്ടുപേരും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് വ്യത്യാസമുണ്ട്. അപ്പോൾ കൂടുതൽ ട്രാവൽ ചെയ്ത വ്യക്തി സ്വാഭാവികമായിട്ടും അയാൾ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്? ഇക്വേറ്റർ റീജിയൻ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്തത്. ദിസ് ഈസ് ബിക്കോസ് എർത്ത് ഈസ് ഇൻ എ റൗണ്ട് ഷേപ്പ്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇക്വറ്റോറിയൽ റീജിയൻ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഏകദേശം 1670 km/h ആണ് എർത്തിന്റെ ഇക്വറ്റോറിയൽ റീജിയനിലുള്ള സ്പീഡ്. അപ്പോൾ ഇനി നമുക്കൊന്ന് ആലോചിക്കാം. ഈ ഇക്വറ്റോറിയൽ റീജിയനിൽ നിന്ന് ഒരു സ്പേസ് വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്താൽ എർത്തിന്റെ റൊട്ടേഷണൽ സ്പീഡും കൂടെ ഇതിന് കിട്ടും. ഓക്കെ, കാരണം ഇക്വറ്റോറിയൽ റീജിയൻ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇനി എർത്ത് മൂവ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലേക്കാണ്? ഓഫ് കോഴ്സ് ഫ്രോം വെസ്റ്റ് ടു ഈസ്റ്റ്. അപ്പോൾ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു റോക്കറ്റ് ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും എർത്തിന്റെ റൊട്ടേഷണൽ സ്പീഡും കൂടെ ഈ റോക്കറ്റിന് ലഭിക്കുകയും അപ്പോൾ ആ എസ്കേപ്പ് വെലോസിറ്റി അച്ചീവ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ആക്ച്വലി ഒരു റോക്കറ്റ് ഇക്വറ്റോറിയൽ റീജിയനിൽ നിന്ന് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. ഫ്യൂല് കുറച്ചും കൂടെ കൺസർവ് ചെയ്യാം. മാത്രമല്ല എസ്കേപ്പ് വെലോസിറ്റി അച്ചീവ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. സോ അതുകൊണ്ടാണ് ഓൾമോസ്റ്റ് മിക്ക സ്പേസ് ഏജൻസീസും തന്നെ ഇക്വറ്റോറിയൽ റീജിയനോട് ചേർത്ത് ഈ പറയുന്ന ലോഞ്ചിങ് സ്റ്റേഷൻസ് വെക്കുന്നതും അതുപോലെ ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് റോക്കറ്റ് ലോഞ്ചിങ് നടത്തുന്നതും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു കോൺസെപ്റ്റുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.